അല്ലെങ്കിലും സമാധാനം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത്, ശല്യം ആർക്കും ബുദ്ധിമുട്ടാകാതിരിക്കുക എന്ന് പറയുന്നതാണ് സ്വർഗത്തിലേക്ക് വേഗത്താനുള്ള പണി. ഒരാൾ മദീനത്തേക്ക് ഇങ്ങനെ വരികയാണ്, മദീനത്തെ പള്ളിയിലേക്ക്. ആ മനുഷ്യനെ ചൂണ്ടിയിട്ട് സഹാബത്തിന് പുണ്യനബി കാണിച്ചു കൊടുക്കുകയാണ്, സ്വർഗത്തിൻ്റെ അവകാശിയെ കാണണോ, ആ കയറി വരുന്ന ആളെ നിങ്ങൾ നോക്ക്. പിറ്റേ ദിവസം പരിശുദ്ധ നബി അത് തന്നെ ആവർത്തിക്കാൻ. ഇങ്ങനെ 2-3 ആവർത്തി ഒരേ മനുഷ്യനെ ചൂണ്ടിയിട്ട് സ്വർഗത്തിൻ്റെ അവകാശിയെ നിങ്ങൾ കാണണോ, അയാളെ നോക്ക് എന്ന് പറഞ്ഞപ്പോൾ എന്തേ കൗതുകപൂർണമായ സ്വർഗത്തിൻ്റെ അവകാശിയാവാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇയാളിൽ സമ്മേളിച്ചോ എന്നറിയാൻ പിന്നെ അദ്ദേഹത്തെ ഫോളോ ചെയ്യാൻ തുടങ്ങി സഹാബ. രാവിലും ഊണിലും ഉറക്കിലൊക്കെ അദ്ദേഹത്തിൻ്റെ അകമ്പടി സേവിക്കാൻ. പക്ഷേ സ്വർഗത്തിലേക്ക് ഇത്ര പെട്ടെന്ന് എത്താൻ മാത്രമുള്ള വേറിട്ട ഒരു ആരാധനാ രീതിയൊന്നും ഇദ്ദേഹത്തിൽ കാണുന്നില്ല. അദ്ദേഹം രാത്രി കുറെ ഉറക്കൊഴിച്ച് മറ്റുള്ളവരെ പോലെ പള്ളിമേടയിൽ ഇരുന്ന് പ്രാർത്ഥന നിമഗ്നമായ മനസ്സുമായിട്ട് സമയം ചെലവഴിക്കുന്നില്ല. അദ്ദേഹം മുഴുവനേരവും ഖുർആൻ ഓതിയിരിക്കുന്നത് ഒരാൾക്കും കാണാൻ കഴിയുന്നില്ല. ഇയാൾ എങ്ങനെയാ സ്വർഗത്തിന്റെ അവകാശിയായത്? എന്നാൽ ഇയാളോട് തന്നെ ചോദിച്ചിട്ട് വേണം കാര്യം എന്ന് സഹാബ കട്ടായം തീരുമാനിക്കാൻ. അങ്ങനെ കുറച്ച് പ്രതിനിധികൾ അദ്ദേഹത്തെ പോയി സമീപിക്കുന്നു, കാര്യം തിരക്കുന്നു. പുണ്യനബി അങ്ങയെപ്പറ്റി ഇങ്ങനെ ഉച്ചരിച്ചു എന്ന സന്തോഷത്തിന്റെ വൃത്താന്തം അദ്ദേഹത്തോട് തന്നെ പങ്കുവെക്കുന്നു. അയാൾ മനസ്സറിഞ്ഞ് ഒരു ഉന്മേഷവാനാകുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, എന്നാൽ അങ്ങനെ എൻ്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാറുള്ളത് എന്നെ കൊണ്ട് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരാൾക്ക് ദ്രോഹം ഉണ്ടാകരുത് എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് ഉറപ്പാ പറയാൻ കഴിയും, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഒരാൾ പോലും എന്നെപ്പറ്റി അപരാധം പറയില്ല എന്ന് എൻ്റെ പ്രവർത്തനത്തിലൂടെ 100% എനിക്ക് പറയാൻ കഴിയും. ആ മനുഷ്യന് തന്നെ സ്വന്തത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞത് ഈ ഒരൊറ്റ കാര്യമാണ്. എന്നാൽ അത് തന്നെയാണ് അദ്ദേഹത്തെ ഇത്രമേൽ വേഗം സ്വർഗത്തിലേക്ക് എത്തിച്ചത് എന്ന് സഹാബ അവിടെ പ്രതിജ്ഞ എടുക്കുക. നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്, നമ്മളൊക്കെ സ്വർഗസ്ഥരാകാനുള്ള ഏറ്റവും നല്ല മാർഗം കുറെ ചെയ്യൽ എന്നുള്ളതിന് പകരം ചിലത് ചെയ്യാതിരിക്കലാണ്. ഇപ്പൊ സമാധാനം ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ബ്ലോക്ക് നീക്കൽ. ഉദാഹരണമായിട്ട് ഒരു മജ്‌ലിസിലേക്ക് വരുമ്പോൾ, ഒരുപാട് ആളുകൾ കൂടുന്നൊരു സമ്മേളനത്തിലേക്കോ പൊതുപരിപാടിയിലേക്കോ വരുമ്പോൾ നമുക്ക് ഒരു ലക്കും ലഗാനും നമ്മുടെ വാഹനം നിർത്തേണ്ട വിഷയത്തിൽ ഉണ്ടാകാറില്ല. ഗതാഗത പ്രശ്നം കൂടുതൽ രൂക്ഷമാകുന്ന സമയത്താണ് ഈ അവബോധം തീവ്രമായി നമ്മളിൽ ഉണ്ടാകേണ്ടത് എന്നിരിക്കെ ആ സമയത്താണ് അത്തരം അവബോധങ്ങൾ നമ്മളിൽ നിന്ന് ദൂരീകരിക്കപ്പെടുന്നത് എന്നുള്ളത് എത്ര കഷ്ടമാണ് അല്ലേ? അപ്പൊ ആ സദസ്സിൽ അറ്റൻഡ് ചെയ്ത ഒരാൾക്ക് അദ്ദേഹത്തിന്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു അത്യാഹിതം ഉണ്ടെങ്കിൽ ആർക്കുണ്ടാവാലോ, ഒരു ഹോസ്പിറ്റൽ കേസാവാം, അല്ലെങ്കിൽ ഓർക്കാപ്പുറത്ത് സംഭവിക്കുന്ന ഒരു അത്യാഹിതമാകാം. ആ അത്യാഹിതം അറ്റൻഡ് ചെയ്ത ആർക്കും ആവാം. അയാൾക്ക് ഓടി പോകണമെങ്കിൽ അയാളുടെ 2 വീലർ എടുക്കാനുള്ള തടസ്സം, അയാളുടെ 4 വീലർ എടുക്കാനുള്ള തടസ്സം അതിന്റെ മുന്നിലും പാർശ്വങ്ങളിലും നിരനിരയായി നിർത്തിയിട്ടിട്ട അധികൃതർ ആരാണെന്ന് പോലും അറിയാൻ പാടില്ലാത്ത ഒരുപാട് വാഹനങ്ങളാണ്. അപ്പൊ ആ മനുഷ്യൻ അവിടെ എത്രയാ പ്രയാസപ്പെടുന്നത്. ഇമാത്തത്തുൽ അദാ അനി ത്വരീഖി അല്ലെ, വഴിയിലുള്ള ഒരു പ്രയാസത്തെ നമ്മൾ ദൂരീകരിക്കൽ സ്വതക്കയാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ പോരാ, നമ്മൾ കേട്ടാ പോരാ, അത് നാം പ്രാവർത്തികമാക്കേണ്ട ആൾക്കാരാണ്. അപ്പൊ അതത്ര സില്ലി സാധനം അല്ലേ, അതെത്ര ചെറിയൊരു കാര്യമല്ലേ, അതൊന്ന് പോയി പറഞ്ഞാൽ മനുഷ്യന് മനസ്സിലാക്കുന്നതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ വളരെ നോർമലൈസ് ചെയ്യുന്ന കാര്യങ്ങളെയാണ് ഇസ്ലാം ഭീകരം എന്ന് പറഞ്ഞത്. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളെ അടക്കം ശ്രദ്ധിക്കുന്നവനാണത്രേ ഈമാൻ ആരും അറിയാതെ അതിനെ സിയാദത്തിലേക്ക് കൊണ്ടുപോകുന്നവൻ. നമ്മൾ പലപ്പോഴും അമലുകളെ പറ്റി ചർച്ച ചെയ്യും, ആരാധനകളെ പറ്റി ചർച്ച ചെയ്യും, നാം ആവേണ്ടതിനെ പറ്റി ചർച്ച ചെയ്യാൻ നമ്മൾ മറന്നു പോകാറുണ്ട്. അള്ളാഹു അത്തരത്തിലുള്ളൊരു ബോധ്യം കൂടി നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.